മീഡിയ ഓൺലൈനിലേക്ക് സ്വാഗതം. കാലിക പ്രസക്തിയുള്ള ഒരു പ്രഭാഷണമായി തോന്നിയത് കൊണ്ട് ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നത്തിന്റെ അടിയാധാരം എന്നുള്ളത് തൊഴിലില്ലായ്മയാണ്. ജനങ്ങൾക്ക് തൊഴിലില്ല, ജോലിയില്ല. അങ്ങനെ ജോലിയില്ലാതെ കഴിയുന്ന ഒരു സമൂഹത്തിന് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമാണ്. അത്തരത്തിൽ തൊഴിൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി തൊഴിൽ കൊടുക്കുന്ന ആൾക്കാർക്ക് പിന്തുണ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒരുപാട് പേര് തൊഴിൽദാതാക്കളുണ്ട് ഇവിടെ. ചെറുകിട സംരംഭങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ. നമ്മൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ നമുക്ക് കാണാൻ കഴിയും. വ്യാപാര രംഗത്ത് ഒരുപാട് തൊഴിൽ കൊടുക്കുന്ന ആൾക്കാരാണ്. സ്വയം ഒരു തൊഴിൽ കണ്ടെത്തുകയും മറ്റുള്ള ഒരുപാട് പേർക്ക് ചെറിയ ശമ്പളമാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്നൊരു മേഖലയാണ് വ്യാപാര മേഖല. പക്ഷെ നമ്മൾ അതിനെ പാടെ കൈയൊഴിഞ്ഞ് കളഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്ത് സാമ്പത്തികമായി നമ്മളെല്ലാവരും പിന്നോട്ടടിക്കാനും ഒരു വലിയൊരു സംഘം ആൾക്കാരുടെ ഭക്ഷണ മേഖല, അവരുടെ ഉപജീവന മേഖലയെ തകർക്കാനും വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ വലിയ നിലയിൽ എല്ലാവരും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പർച്ചേസ് ചെയ്യുക. ഉപ്പൂട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും? അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും? നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ? ഈ സാദി ഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു. അയാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് നമ്മളെ ഈ നാൽക്കവലയിൽ നിന്ന്, ഈ കവലയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോന്ന്? അപ്പുറത്തെ കവലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കവലയിൽ പോയിരുന്നെങ്കിൽ 50 പൈസ വീതം എല്ലാത്തിനും വിലക്കുറവാന്ന്. അയാൾ പറഞ്ഞു ആയിക്കോട്ടെ. അതിന് ആ വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറേ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ. ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ ഒരു കട തുടങ്ങിയത്. നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങിക്കുക? നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സാദി ഷിറാസി ലഘുകഥ ഭൂസ്ഥാംഗതകൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിക്കണം, ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ്. അതൊക്കെ വാങ്ങിക്കണം. നമുക്ക് വസ്ത്രം വേണം, നമുക്ക് ഭക്ഷണം വേണം. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവൻ്റെ എന്ന് വാക്കുമ്പോൾ അയാൾക്കൊരു ജീവിതമാകും. അയാൾക്കും ഒരു ജീവിതമാകും. അതൊരു സഹായമാണല്ലോ. വെറുതെ കൊടുക്കണ്ട. ഔദാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ. 35 കോടിയും 40 കോടിയും 50 കോടിയൊക്കെ യൂട്യൂബ് വഴി എങ്ങനെ അയച്ചു കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കുകയാണ്. നല്ല കാര്യം തന്നെയാണ്. എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യമൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ, ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ്. നമ്മൾ ഉപേക്ഷിക്കണം. കഴിവിൻ്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക. ഒരു കച്ചവടക്കാരന് എത്ര കച്ചവടക്കാരാണ് കടകൾ പൂട്ടിപ്പോകുന്നത്? എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്? ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കണക്കാക്കുന്നത്? ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണോ? ജംഗ്ഷൻ കാണാൻ വന്നതല്ലല്ലോ ആരും. അവർ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ്. അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വീട്ടിലേക്ക് അരിയും സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാനാണ്. ഇതിനൊക്കെ വേണ്ടിയ കട തുറക്കുന്നത്. 1, 2, 3, 4, 5, 6 ദിവസമായി കൈനീട്ടം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ആദ്യം പെട്ടി വീഴുന്ന പൈസ അങ്ങനെ വാക്കേയില്ല. അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ 4, 5 ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്ക് ഇതുവരെയും ഗുളിക മാച്ചില്ലല്ലോ, അത് തീർന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്നൊരു ഗ്രഹനാഥൻ ഒരു പിടി കയറിൽ അവസാനിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ എടുത്ത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതല്ല വേണ്ടത്. അതല്ല. ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല. അവൻ്റെ കടയിൽ നിന്ന് 1 കിലോ പഴവും 1 നാരങ്ങ വെള്ളവും നിങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു. അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു. ആ കച്ചവടമൊക്കെ ഉണ്ട് എന്ന് കണക്കാക്കാം. നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു പ്രത്യാശ കൊടുക്കാൻ ഒരു കസ്റ്റമറെ കൊണ്ട് കഴിയും. ഇതൊക്കെ വലിയ കാര്യമാണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഈ പള്ളി മുമ്പിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഈ തെരുവിൽ നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇതിലൊക്കെ വലിയ നന്മയുണ്ട്. അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അത് മാത്രമല്ല, ചക്രം എന്ന പൈസ പറയാ. ചക്രം അതിങ്ങനെ സൈക്ലിംഗ് ആണ്, കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. ആമസോൺ പോലെയുള്ള കമ്പനികൾ ഭൂരിപക്ഷവും അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? വിദേശ കുത്തക മുതലാളിമാരാണ് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പൈസ 1000 രൂപയ്ക്ക് ഞാൻ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു. വിദേശത്ത് നിന്നുള്ള ഒരു കമ്പനിയാണ്, അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ 1000 രൂപ എൻ്റെ മണ്ണ് വിട്ട് പുറത്തുപോയി, എൻ്റെ രാജ്യം കടന്നുപോയി. ആ പൈസയുടെ എന്ത് ചെയ്യും? കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും. പൈസ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? വില കൂടും. വില കൂട്ടമാകുമ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും. എന്നാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരൻ 100 കൊണ്ടുപോയി പച്ചക്കറി മേടിക്കും. പച്ചക്കറി കടക്കാർ അത് കൊണ്ടുപോയിട്ട് ഒരു ചെരുപ്പ് മേടിക്കും. ചെരുപ്പ് കടക്കാർ അത് കൊണ്ടുപോയിട്ട് 1 കിലോ അരി വാങ്ങിക്കും. അരി വെള്ളവൻ എന്ത് ഒരു മരിച്ചിരി മേടിക്കും. ഇതൊരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷനാണ്. ഒരു 1000 രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ 1000 രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ. അതാണ്ട് പണം പൂഴ്ത്തി വെക്കലെന്ന് പറഞ്ഞത്.
പണം പൂഴ്ത്തിവെക്കല്ലേ എന്ന് റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? പണം ചക്രമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കണം. നീ പൈസ പുറത്തിറക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട്, ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന്. ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ സമ്പന്നത നിൽക്കുന്നത്. ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നുമില്ല, സ്വന്തം നാട്ടിൽ കച്ചവടവുമില്ലെങ്കിൽ ഈ മണ്ണ് തരിശ് ഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ഒരു സമൂഹം ഒന്നടങ്കം തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കറൻസി ഉണ്ടാവില്ല കയ്യിൽ ആരുടെയും പക്കൽ. അതുകൊണ്ട് ആലോചിക്കുക, ഗൗരവത്തോടെ ആലോചിക്കുക, ചിന്തിക്കുക.